എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സീതാദേവിയെ കണ്ടിട്ട് ഹനുമാൻ വന്ന് ശ്രീരാമചന്ദ്രനോട് പറയുന്നത് ആ ഭാഗമാണ് ടീച്ചറമ്മ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ വന്ന് പറയുമ്പോ ശ്രീരാമൻ എന്താ പറഞ്ഞത്? ശ്രീരാമന് വളരെ സന്തോഷ അശ്രുക്കളാണ് പൊഴിച്ചത് അദ്ദേഹം. അപ്പോ ഹനുമാൻ സീതാദേവിയുടെ ചൂടാമണി അദ്ദേഹത്തിന്റെ കൈകളിൽ സമർപ്പിച്ചു. ചൂടാമണി എന്താണ്? ചൂടാമണി എന്ന് പറഞ്ഞാല് സ്ത്രീകൾ വിവാഹശേഷം നെറ്റിയുടെ മുകളിൽ നടുഭാഗത്ത് ഉപയോഗിക്കുന്ന ഒരു ആഭരണമാണ്. ഇപ്പോഴും വടക്കേ ഇന്ത്യയിൽ സ്ത്രീകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയും വിവാഹത്തിനൊക്കെ നമ്മള് ഈ കർണാഭരണങ്ങളുടെ കൂടെ തന്നെ ഇവിടെ ഒരു ഇത് നെറ്റിച്ചുട്ടി നമ്മൾ പറയും നെറ്റിച്ചുട്ടിയാണ് ചൂടാമണി. അത് അണിയാറുണ്ട്. അപ്പൊ അത് കൊടുത്തു. ഭഗവാനോട് സീതാദേവി പറഞ്ഞ അടയാള വാക്യങ്ങളെല്ലാം പറഞ്ഞു. അതോടുകൂടി അവര് ലങ്കയിലേക്ക് പോകാൻ സമുദ്രതീരത്ത് വന്ന് ദക്ഷിണ സമുദ്രതീരത്ത് വന്ന് താവളമടിച്ചു. ഈ സമയത്ത് രാവണൻ തൻ്റെ സഹോദരങ്ങളോടും രാവണന്റെ രാക്ഷസ വീരന്മാരോടും ഒക്കെ ചേർന്ന് ചർച്ച ആരംഭിച്ചു. അങ്ങനെ ചർച്ച ആരംഭിച്ച സമയത്ത് സീതാദേവിയെ തിരികെ ശ്രീരാമന് കൊടുത്ത് അദ്ദേഹത്തിന്റെ ഭക്തനായി മാറണം, അല്ലെ അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കണം എന്ന് വിഭീഷണൻ അഭിപ്രായപ്പെട്ടു. അങ്ങനെ വിഭീഷണൻ അവൻ അഭിപ്രായപ്പെട്ടപ്പോ കോപാകുലനായ രാവണൻ വിഭീഷണനെ പുറത്താക്കി. വിഭീഷണൻ നേരെ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ സഖ്യം സ്വീകരിച്ചു. അപ്പൊ രാക്ഷസന്മാരും എന്താണ് അടുത്ത നടപടി തുടങ്ങേണ്ടത് എന്നുള്ളതാണ് ആലോചിച്ചത്. ഇവിടെ ശ്രീരാമനും വാനരപ്പടയും ലക്ഷ്മണനും മറ്റു വാനര ശ്രേഷ്ഠന്മാരും കൂടി സമുദ്രത്തിൽ ചിറകെട്ടാൻ തയ്യാറാകും. അതെ. അപ്പം ആ ചിറകെട്ടുന്നതിന് മുമ്പ് രാമേശ്വരത്ത് മഹേശ്വരന്റെ ഒരു പ്രതിഷ്ഠ ശ്രീരാമൻ നടത്തി. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിഷ്ഠയാണത്. രാമേശ്വരത്ത് ഇന്നും ആ പ്രതിഷ്ഠയാണ് ഉള്ളത്. അതിനുശേഷം വരുണ ഭഗവാനെ ധ്യാനിച്ചു. വരുണ ഭഗവാൻ പെട്ടെന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടില്ല. കോപാകുലനായ ശ്രീരാമൻ അസ്ത്രം എഴുത് സമുദ്രത്തിന്റെ അന്തർഭാഗത്തേക്ക് വിട്ടു. ആ സമയത്ത് വരുണൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ തനിക്ക് സേതുബന്ധനം, അതായത് ചിറ, സേതു സമുദ്രത്തിലേക്ക് ചിറകെട്ടണമെന്നുള്ള താല്പര്യം അറിയിക്കുകയും അതിനു വേണ്ടുന്ന അനുഗ്രഹാശംസകൾ കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതിന് പകരമായിട്ട് വരുണം പറഞ്ഞത് തെക്കേ തീരത്ത് ഗാന്ധാരം എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ രാക്ഷസന്മാര് താമസിക്കുന്നുണ്ട്, അവരെ കൊണ്ട് വലിയ ശല്യം. അപ്പൊ അവരെ പകരം കൊന്നൊടുക്കാമെന്ന് ശ്രീരാമൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ചിറകെട്ടാനുള്ള ആരംഭം തുടങ്ങി. അതിന് വിശ്വകർമാവിന്റെ പുത്രനായ നളനാണ് അതിന്റെ പ്രധാന സംവിധായകനായത്. അഗ്നിയുടെ പുത്രനായ നീലൻ സഹസംവിധായകൻ. അങ്ങനെ ഓരോരുത്തരും ചുമതലയെടുത്ത് സമുദ്രത്തിലേക്ക് കല്ലുകളും പാറക്കെട്ടുകളും കുന്നുകളും എല്ലാം കൊണ്ടുവന്ന് വാനരന്മാരെല്ലാം ഇട്ടു തുടങ്ങി. അങ്ങനെ ഇട്ടിട്ട് ചിറ ഏകദേശം കെട്ടിത്തുടങ്ങി. ഇതിനിടയ്ക്ക് രാവണൻ മരുത്തൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനെ മായാവേഷം കെട്ടിച്ച് ജനക മഹാരാജാവാക്കി. ജനക മഹാരാജാവാരാണ്? സീതയുടെ അച്ഛൻ. ജനക മഹാരാജാവിന്റെ അടുത്ത് ആണെന്നുള്ള ഭാവത്തിൽ വന്ന് സീതയോട് രാവണന്റെ കൊട്ടാരത്തിൽ ഇനി താമസിക്കൂ എന്നൊക്കെ ഉള്ള രീതിയിൽ ഉപദേശിച്ചു തുടങ്ങി. പക്ഷെ സീത അതൊന്നും കേട്ട് സമ്മതിച്ചില്ല. അത് കഴിഞ്ഞപ്പോ രണ്ട് ശുഖസാരണന്മാർ എന്ന് പറയുന്ന രണ്ട് രാക്ഷസന്മാരെ വാനരവേഷം കെട്ടിച്ച് ശ്രീരാമന്റെ വാനര പാളയത്തിലേക്ക് അയച്ചു. അവിടെ വെച്ചിട്ട് ജാംബവാനും ഹനുമാനും അവന്മാരെ കണ്ടുപിടിച്ചു. ഒറിജിനൽ വാനരന്മാരല്ല, രാക്ഷസന്മാരാണെന്ന് കണ്ടുപിടിച്ച് അവരെ കൊണ്ടുവന്ന് ശ്രീരാമന്റെ സന്നിധിയിൽ എത്തിച്ചു. ശ്രീരാമൻ പക്ഷെ അവരെ ഉപദ്രവിച്ചൊന്നുമില്ല, അവരെ അങ്ങ് പറഞ്ഞു വിട്ടു. ആ വെറുതെ വിട്ട ദൂതന്മാര് ചെന്ന് രാവണനോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ രാവണനോട് പറഞ്ഞപ്പോഴത്തേക്ക് രാവണന് ശ്രീരാമനെ കാണാൻ ഒരാഗ്രഹം, നേരിൽ കാണാൻ. അപ്പൊ ശ്രീരാമൻ അത് മനസ്സിലാക്കി. ശ്രീരാമൻ മനസ്സിലാക്കിയിട്ട് അദ്ദേഹവും അനുയായികളും കൂടെ സുബേല പർവ്വതത്തിൽ ചെന്നു.
സുബേല പർവ്വതത്തിൽ നിന്നാൽ ലങ്കയിൽ നിൽക്കുന്ന രാവണനെ കാണാൻ പറ്റും. അങ്ങനെ സുബേല പർവ്വതത്തിൽ ചെന്നപ്പോൾ രാവണൻ അവിടെ വന്ന് ലങ്കയിൽ വന്ന് അവര് തമ്മിൽ പരസ്പരം കണ്ടു. പരസ്പരം കണ്ടപ്പോ രണ്ടുപേരുടെ മുഖവും പ്രസന്നമായിരുന്നില്ല. കാരണം അവരങ്ങനെ ഒരു സൗഹൃദമായ കാഴ്ചയല്ലല്ലോ കാണുന്നത്. ഈ സമയത്ത് സുഗ്രീവൻ ഒറ്റ ചാട്ടം രാവണന്റെ തലയിൽ ചെന്നിട്ട് പ്രധാനമായിട്ടുള്ള മകുടം എടുത്ത്, മറ്റ് തലയിലെല്ലാം ചവിട്ടി നിന്നുകൊണ്ട് ആ പ്രധാനമായ മകുടം എടുത്ത് ശ്രീരാമന്റെ കാൽക്കലേക്ക് എറിഞ്ഞു കൊടുത്തു. ഇത് കണ്ട് വളരെ ക്ഷീണിതനും നാണം കെട്ടവനുമായിട്ട് രാവണൻ തിരിച്ചു പോയി. നിരാശ നിറഞ്ഞ രാവണൻ തിരിച്ചു ലങ്കയിലെത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ മാതാമഹനായ മാല്യവാൻ ചെന്നിട്ട് രാവണനെ ഉപദേശിച്ചു, നീ സീതയെ അങ്ങ് ശ്രീരാമന് തിരിച്ചു കൊടുക്ക്, ഇത് നല്ല കളിയല്ല, ഇത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അതൊന്നും രാവണൻ കേട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് യുദ്ധം ആരംഭിച്ചു. ആദ്യത്തെ 1-ാം ദിവസത്തെ യുദ്ധത്തില് കുറേ രാക്ഷസ വീരന്മാർ, മഹാകായൻ തുടങ്ങിയ ഒരുപാട് രാക്ഷസന്മാര്, അവന്മാരെ എല്ലാം ശ്രീരാമൻ കൊന്നൊടുക്കി. 2-ാം ദിവസം രാവണന്റെ പുത്രനായ അതികായൻ ആയിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. ലക്ഷ്മണനാണ് അതികായനെ എതിരിട്ടത്. അങ്ങനെ ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ ലക്ഷ്മണൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതികായനും മരണമടഞ്ഞു. ത്രിശിരസിന്റെ മഹാകായന്റെ കൂടെ ത്രിശിരസും മേഘനാഥനും ഉണ്ടായിരുന്നു. അപ്പൊ അവര് സത്യയുദ്ധം ചെയ്താൽ ലക്ഷ്മണനെ തോപ്പിക്കാൻ പറ്റില്ല, കാരണം അതികായൻ മരിച്ചു. അപ്പോ അവരെന്ത് ചെയ്തു? മായാപ്രയോഗങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ മായാപ്രയോഗങ്ങളിലൂടെ ലക്ഷ്മണനെ കീഴ്പ്പെടുത്താനായിട്ട് മേഘനാഥൻ ശ്രമിച്ചു. മേഘനാഥൻ എന്ത് ചെയ്തെന്നറിയാവോ? ശിവൻ സമ്മാനമായി കൊടുത്ത നാഗാസ്ത്രം എയ്തു. ഈ നാഗാസ്ത്രം എയ്ത ഉടൻ തന്നെ ലക്ഷ്മണനും വാനരപ്പടകളെല്ലാരും ബോധഹീനരായിട്ട് വീണു. ഈ സമയം വിഭീഷണൻ അവിടെ ഇല്ലായിരുന്നു. യുദ്ധസമയത്ത് വിഭീഷണൻ ഇവർക്കൊക്കെ ഉള്ള ആഹാരാദികളൊക്കെ ഉണ്ടാക്കണ്ടേ, ആ ആഹാരാദികൾ കൊണ്ടുവരണ്ടേ, അതിനു വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പോ ഇവരെല്ലാരും ബോധശൂന്യരായിട്ട് വീഴുന്നു. അന്നത്തെ യുദ്ധം തീർന്നു. അങ്ങനെ വിഷമിച്ച് ശ്രീരാമൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഗരുഡൻ വന്നു. ഗരുഡൻ വന്ന് ഈ നാഗങ്ങളെല്ലാം കൊത്തിയെടുത്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് പൂർവാധിക ഊർജസ്വലതയോടെ ലക്ഷ്മണനും വാനരപ്പടകളും എല്ലാം ബോധം വന്ന് ഉയർത്തെഴുന്നേറ്റു. അപ്പോ പ്രശസ്തരായ രാക്ഷസന്മാർ ഓരോരുത്തരായിട്ട് മരിച്ചു തുടങ്ങിയപ്പോ രാവണന് ഭയമായി. തന്റെ മകനായ അതികായനും മരിച്ചു, ഇനി മേഘനാഥനേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അദ്ദേഹം വീണ്ടും തന്റെ ബാക്കിയുള്ള സഹോദരങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടാനായിട്ട് ശ്രമിച്ചു. അപ്പം അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളായിരുന്നു കുംഭകർണൻ. അപ്പൊ കുംഭകർണനെ പറ്റി വിശദമായിട്ട് അറിയണം. കുംഭകർണൻ രാക്ഷസനായിരുന്നെങ്കിലും രാവണനെ പോലെ അല്ലെ മറ്റു പലരെയും പോലെ അത്രയും നീചനായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവിത കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇനി കുംഭകർണനെ പറ്റി വിശദമായിട്ട് ശകലം പറയാനുണ്ട്. അതായത് പ്രജാപതികളിൽ പുലസ്ത്യൻ എന്ന ആളിന് ഹവിർഫു എന്ന് പറഞ്ഞാൽ മാനിനി എന്നാണ് അവരുടെ പേര്. അവരിൽ ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രൻ വിശ്രവസിന് ഇളിമ്പിള എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ ജനിച്ച മകനാണ് കുബേരൻ, വൈശ്രവണൻ എന്നറിയുന്ന കുബേരൻ. 4-ാമത്തെ എപ്പിസോഡില് ഞാൻ കുബേരന്റെ പുത്രനാണ് രാവണൻ എന്ന് പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. കുബേരന്റെ അനുജനാണ് രാവണൻ. അപ്പൊ ഇളിമ്പിള എന്ന് പറയുന്ന സ്ത്രീയിൽ കുബേരൻ ഉണ്ടായി. അതിനുശേഷം തന്റെ പിതാവ് തനിച്ചായി. ഈ ഓരോ ബഹുമാനിക്കപ്പെടേണ്ട സ്ത്രീകളും പിന്നെ ശാപം കൊണ്ടൊക്കെ ഭൂമിയിൽ രാക്ഷസികളായിട്ടൊക്കെ ജനിക്കുന്നതാണ്. അപ്പൊ അവരൊക്കെ ഒരു മകനെ പ്രസവിച്ചു കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കഴിയുമ്പോഴോ അവരങ്ങ് ശാപമോഷം കിട്ടി അങ്ങ് പോവും. അങ്ങനെ തന്റെ പിതാവിനെ സംരക്ഷിക്കാനായിട്ട് 3 സ്ത്രീകളെ വൈശ്രവണൻ നിയമിച്ചു. അച്ഛന്റെ കാര്യങ്ങളൊക്കെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് 3 സ്ത്രീകളെ
പരിപാലിപ്പിച്ചത്. അതിൽ പുഷ്പോൽക്കട എന്ന് പറയുന്ന സ്ത്രീയിൽ രാവണനും കുംഭകർണനും ജനിച്ചു. പുഷ്പോൽക്കട എന്ന് പറയുന്ന സ്ത്രീയിലാണ്. രാഗ എന്ന് പറയുന്ന സ്ത്രീയിൽ ഖരനും ശൂർപ്പണഖയും ജനിച്ചു. മാലിനി എന്ന് പറയുന്ന സ്ത്രീയിൽ വിഭീഷണനും ജനിച്ചു. അപ്പം കുബേരൻ, രാവണൻ, കുംഭകർണൻ, ഖരൻ, ശൂർപ്പണഖ, വിഭീഷണൻ 6 മക്കളാണ് അദ്ദേഹത്തിന്. പല അമ്മമാരാണെങ്കിലും അച്ഛൻ ഒരാളായി. അങ്ങനെ ഈ കുംഭകർണനും രാവണനും കൂടെ, അപ്പൊ കുബേരൻ വലിയ രാജാവായിട്ട് അങ്ങനെ ലങ്കയില് വസിക്കുകയാണ്, സകല സമ്പത്തിന്റെ ഉടമയായിട്ട്. അങ്ങനെ തന്റെ സഹോദരൻ അങ്ങനെ കഴിയുന്നതിൽ അസൂയാലുവായ രാവണനും കുംഭകർണനും തപസ് ചെയ്ത് വരം നേടുന്നതിന് വേണ്ടി വനത്തിലേക്ക് പോയി. വനത്തിൽ പോയി 1000 വർഷം തപസ് ചെയ്തിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നില്ല. രാവണൻ തന്റെ ഓരോ തലയായിട്ട് അറുത്ത് ഹോമാഗ്നിയിൽ ഇട്ടു. അവസാനത്തെ തലയും അറുത്തിട്ട് കഴിഞ്ഞപ്പോ ബ്രഹ്മ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് എന്നിട്ട് ഈ തലകളൊക്കെ കിളിർപ്പിച്ചു. അപ്പൊ ഈ കുംഭകർണനും രാവണനും വേണ്ടുന്ന പ്രഥമ ശുശ്രൂഷകളും അവർക്ക് ആവശ്യമായ സേവനങ്ങളും ചെയ്യാൻ ഖരനും ശൂർപ്പണഖയും കൂടെ പോയിരുന്നു. അപ്പോ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാവണൻ ആവശ്യപ്പെട്ടത് ദേവകളിൽ നിന്നോ രാക്ഷസന്മാരിൽ നിന്നോ മറ്റാരിൽ നിന്നോ വന്യമൃഗങ്ങളിൽ നിന്നോ ഒന്നും എനിക്ക് മരണം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് പറഞ്ഞു, ശരി, നിനക്ക് മനുഷ്യരിൽ നിന്നല്ലാതെ ഒരിക്കലും നിനക്ക് മരണം ഉണ്ടാവുകയില്ല. അപ്പൊ മനുഷ്യൻ വെറും കീടമല്ലേ എന്നുള്ള ഇതില് രാവണൻ അതിനൊരു പ്രാധാന്യം കൽപ്പിച്ചില്ല. അത് കഴിഞ്ഞപ്പോ കുംഭകർണൻ വരം ചോദിക്കാൻ തുടങ്ങി. ആദ്യത്തെ വരത്തിൽ തന്നെ ദേവകളെല്ലാം ഭയവിഹ്വലരായിട്ടിരിക്കുകയാണ് രാവണന്റെ ചോദ്യത്തിൽ തന്നെ. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവര് നേരെ സരസ്വതി ദേവി അടുത്ത് പറഞ്ഞു ചെന്ന രാവണന്റെ കുംഭകർണന്റെ നാവിൽ നിക്കണം എന്ന് പറഞ്ഞു. സരസ്വതി അപ്പത്തേക്ക് സരസ്വതി ദേവി കുംഭകർണന്റെ നാവിൽ ചെന്ന് നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി എന്നാണ്. അപ്പം നിർദ്ദേവത്വം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെയും മുകളിലായി ഞാൻ മാറണം എന്ന് കുംഭകർണൻ ആവശ്യപ്പെട്ടെങ്കിലും ആ വരം കുംഭകർണന്റെ നാവിൽ നിന്ന് വീണത് നിദ്രാത്വം എന്നായിപ്പോയി. നിദ്രാത്വം എന്ന് പറഞ്ഞാൽ ഉറക്കം, ഉറക്കം. അങ്ങനെയാണ് കുംഭകർണൻ 6 മാസം ഉറക്കം, 6 മാസം ഉണർന്നു. അങ്ങനത്തെ വരവും വാങ്ങിച്ച് നേരെ ലങ്കയിലേക്ക് വന്നു. ലങ്കയിൽ വന്ന് 6 മാസം കുംഭകർണൻ ഉറങ്ങും. അത് കഴിഞ്ഞ് 6 മാസം കുംഭകർണൻ ഉണർന്നിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുംഭകർണനെയും തൻ്റെ യുദ്ധസമയത്ത് രാവണൻ വിളിച്ചുണർത്തി. അവരെല്ലാം കൂടെ സഭ കൂടി. ആ സഭയിൽ നിന്ന് കുംഭകർണൻ എണീറ്റ് നിന്ന് ഒരു കാര്യം രാവണനോട് സംസാരിച്ചു. കുംഭകർണൻ ചോദിച്ചത്, സീതയെ പിടിച്ചുകൊണ്ട് വന്നത് ഞങ്ങളോട് ആലോചിച്ചിട്ടല്ലല്ലോ, അപ്പോൾ അത് മുഖാന്തരം ഉണ്ടാകുന്ന ആപത്തുകൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല. എന്നാൽ എന്റെ ജ്യേഷ്ഠ സഹോദരനെ സഹായിക്കേണ്ടത് എന്റെ കടമയായതുകൊണ്ട് ഞാൻ ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ കുംഭകർണന് ചില വ്യവസ്ഥിതികളുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാകും, അല്ലേ? സീതയെ പിടിച്ചുകൊണ്ട് വന്നത് ഞങ്ങളോട് ആലോചിച്ചിട്ടല്ല, അതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന വിപത്തുകൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല. എന്നാൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരന് വേണ്ടി ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇനി ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.